നമസ്കാരം. ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, രാജ്യ തലസ്ഥാനത്ത് വലിയ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ചർച്ചകൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അത് ഇഴകീറി പരിശോധിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പലപ്പോഴും നാം കാണുന്നത് പോലെ തന്നെ കൃത്യമായി വ്യക്തമായ രീതിയിൽ അതിനെ ഇഴകീറി പരിശോധിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അടക്കം കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം ഒരുപക്ഷെ സംശയാസ്പദമായി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും ഇതിനുള്ളിൽ ഡോക്ടർമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇവർ ആസൂത്രണം ചെയ്ത ആ തീവ്രവാദ പദ്ധതി എത്രത്തോളം ഡെപ്ത് ഉള്ളതായിരുന്നു, ആഴമുള്ളതായിരുന്നു എന്ന് കൃത്യമായി പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. ഇന്ന് നമ്മൾ ബിഗ് ഡിബേറ്റിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, സാമൂഹ്യ നിരീക്ഷകനാണ്. അതുപോലെ തന്നെ ജോൺസൺ കൊച്ചുപറമ്പൻ, പ്രമുഖനായ മാധ്യമ പ്രവർത്തകനാണ്. അതുപോലെ അല്പസമയത്തിന് ശേഷം നമ്മളോടൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം കൂടി ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ചകൾ നടത്തുന്നത്. എല്ലാവർക്കും ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഫാദർ, നമുക്കറിയാം, നമ്മളിപ്പോൾ ഡൽഹിയിൽ നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്തി, ആ സ്ഫോടനത്തെ കുറിച്ച് ചർച്ചകൾ നടത്തി, അതിനെക്കുറിച്ച് അന്വേഷണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി ഒഴിവാക്കി കളഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ, ഈ ഡോക്ടറുടെ, ഗുജറാത്തിൽ നിന്നും ഈ അന്വേഷണ സംഘം പിടിച്ചെടുത്ത ഡോക്ടറുടെ കയ്യിൽ റൈസിൻ എന്ന് പേരുള്ള ഒരു വിഷദ്രാവകം ഉണ്ടായിരുന്നു. ഈ വിഷദ്രാവകം വളരെ കൃത്യമാണ് ഭക്ഷണത്തിൽ ചേർത്ത് അല്ലെങ്കിൽ വായുവിലേക്ക് പടർത്തി എന്ന് വെച്ചാൽ ഒരു ബയോ വെപ്പൺ, വളരെ കൃത്യമായിട്ട് ഒരു നഗരത്തെ തന്നെ കൊന്നുകളയാൻ പാകത്തിലുള്ള അത്രയും തീവ്രമായ ഒരു വിഷദ്രാവകമായിരുന്നു ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. കാരണം മറ്റു പല ആളുകൾക്കും അത് ചിലപ്പോൾ പല രീതിയിലുള്ള ദ്രോഹങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ കേരളത്തിൽ അധികം ചർച്ചയാകാതെ പോയത് എന്നാണ് ഫാദറിന് തോന്നുന്നത്? അത് പ്രധാനമായിട്ടും തീവ്രവാദത്തിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവാണ് ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. കാരണം തീവ്രവാദത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു ചിന്താധാരയുണ്ട്. ഉത്തരേന്ത്യയിലെ വിദൂരങ്ങളിൽ ഏതോ സ്ഥലങ്ങളിൽ കുറെ ആളുകൾ കൂടി വന്ന് എവിടെയെങ്കിലും ഉണ്ടായി വന്ന് ബോംബ് പൊട്ടിച്ച് കുറെ ആളുകളെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന ഒരു അവസ്ഥ ആണ് ശരിക്കും തീവ്രവാദം എന്നൊരു മിഥ്യാധാരണ നമുക്ക് ഉണ്ടായിരുന്നു. ഒരു 5 വർഷം മുമ്പോ അല്ലെങ്കിൽ 6 വർഷം മുമ്പോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ധാരണ, അത് ആ ലെവലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യപ്പെട്ട് ഇതൊരു വൈറ്റ് കോളർ തീവ്രവാദത്തിന്റെ ലെവലിലേക്ക് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തീവ്രവാദത്തിന്റെ ആ ഒരു മേഖല എത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു ആദ്യത്തെ തിരിച്ചറിവും, ആ തിരിച്ചറിവിനോട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണിച്ച ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവം, അതായത് ചില സത്യങ്ങൾ എഴുതിയാൽ ചില മേഖലകളിൽ പൊള്ളും, ആ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ചില മുൻകരുതലുകൾ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ എഴുതി എന്ന് വരുത്തി ചില കാര്യങ്ങൾ വിട്ടുകളയുന്ന വളരെ ബോധപൂർവമായ ഒരു മാധ്യമ പ്രവർത്തന സംസ്കാരം നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതായത് തീവ്രവാദത്തിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചറിവാണ്. ഒന്ന്, ഒരു വൈറ്റ് കോളർ തീവ്രവാദമായിട്ട് മാറിക്കഴിഞ്ഞു. രണ്ടാമത്തേത്, തീവ്രവാദത്തെ തീവ്രവാദമായി പൂർണ്ണമായിട്ട് കാണാതെ അതിന്റെ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ട് പുറമേ കാണുന്ന ചില സംഭവങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മാധ്യമ വാർത്തകൾ എഴുതുന്ന, അത് മനസാക്ഷി രൂപീകരണത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു മാധ്യമ സംസ്കാരം ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എല്ലാ മേഖലകളിലും പിടിമുറുക്കി എന്നുള്ളതിന്റെ വ്യക്തമായൊരു സൂചന. മാധ്യമങ്ങളിൽ പോലും ഇത്തരം തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്പേസ് കൊടുത്തു തുടങ്ങി എന്നുള്ള ഇത്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മനസാക്ഷിയായിട്ട് നിൽക്കേണ്ടത് പരസ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം മാത്രമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ, അത് പത്രമാധ്യമങ്ങളായാലും TV പോലുള്ള മാധ്യമങ്ങളായാലും ഈവൻ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും അവരൊക്കെ വേറൊരു തലത്തിലേക്ക് അധപ്പതിച്ചു എന്നുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ അധപ്പതനമായിട്ട് കൂടെ നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു സ്ഫോടനത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുക, നമ്മുടെ രാജ്യത്തെ തീവ്രവാദം നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. വൈറ്റ് കോളർ തീവ്രവാദമായി അത് മാധ്യമ മേഖലയെ സ്വാധീനിക്കുന്നതായി മാറും. നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ പോകുന്നത് ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്ന രീതിയിലേക്കുള്ള സ്വാധീനമായിട്ട് മാറും. അതായത് തീവ്രവാദത്തിന്റെ പുതിയ പുതിയ മുഖങ്ങൾ ഇവിടെ തുറന്നു കിട്ടിക്കഴിഞ്ഞു. അതിനൊക്കെയുള്ള സാധ്യതകൾ ഇവിടെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഡൽഹിയിലെ
മെട്രോ സ്റ്റേഷന് സമീപം നടന്ന ഈ സ്ഫോടനത്തിൽ ഉണ്ടായ നഷ്ടത്തെക്കാൾ കൂടുതൽ ഇത് ഏൽപ്പിക്കുന്ന മുറിവെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്ന മുറിവാണ്. അതായത് നമ്മുടെ രാജ്യത്ത് നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം പുറത്തേക്ക് തരുന്നു. ആ സന്ദേശത്തിനൊപ്പം തന്നെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ പോലും ഉണ്ടാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നു. ഇപ്പൊ ഒരു തിരിച്ചറിവുകളുടെ കാലഘട്ടമായിട്ട് ഈ ചെങ്കോട്ട സ്ഫോടനത്തെ നമ്മൾ കാണുക. അതാണ് ഈ ഘട്ടത്തിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഇപ്പൊ ഫാദർ തന്നെ സൂചിപ്പിച്ച് ഈ വൈറ്റ് കോളർ ടെററിസം എന്നൊക്കെ ഫാദർ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു പിയേഴ്സ് മോർഗന്റെ കുറച്ച് നാളുകൾക്ക് മുന്നേ പിയേഴ്സ് മോർഗന്റെ ഒരു ഇന്റർവ്യൂ, ഒരു ചർച്ച ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു ഡോക്ടറെ അദ്ദേഹം വിളിച്ചേച്ചിട്ട്, അദ്ദേഹം തീവ്ര ഇസ്ലാമിക വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചേച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ ഗാസയിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു വന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ ഓവനിൽ വെച്ച് പൊരിച്ച്, അതിൻ്റെ ഉള്ളിൽ കൊച്ചിനെ ഓവൻ്റെ ഉള്ളിൽ വെച്ചേച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചേച്ചിട്ട് ഓവൻ ഓണാക്കി, എന്ന് വെച്ചാൽ കൊച്ചിനെ അതിൻ്റെ ഉള്ളിട്ട് പൊരിച്ചെടുത്തു. അപ്പോൾ ഇതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയായിരുന്നു. ഒരു ഡോക്ടറാണ് എന്ന് ഓർക്കണം. അപ്പൊ ഈ പിയേഴ്സ് മോർഗൻ ചോദിക്കുന്നുണ്ട്, താങ്കളൊരു ഡോക്ടറാണ്, താങ്കളുടെ രോഗികളോട് താങ്കൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അയാള് അതിനെ ന്യായീകരിക്കുന്നു. അതൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നു. ഗാസ മാത്രമാണ് വിഷയം എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം. അപ്പം ഞാൻ അന്ന് ഓർത്തു അവിടെ മാത്രമായിരിക്കും ഈ തീവ്രമായിട്ടുള്ള മനസ്ഥിതി ഉള്ളവരെന്ന്. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നമുക്കറിയാം ഡോക്ടർമാരെ പിടിച്ചിരിക്കുന്നു. ഇവരെല്ലാം രോഗികളുമായിട്ട് ഇടപെടേണ്ട ആളുകളാണ്, ഡോക്ടർമാരാണ്. അപ്പോൾ ഈ വൈറ്റ് കോളർ തീവ്രവാദം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷദ്രാവകം അടക്കം ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഭക്ഷണങ്ങളിൽ ചേർക്കാം, അല്ലെങ്കിൽ സിറിഞ്ച് വെച്ച് രോഗികളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കാം. അങ്ങനെ ആരും അറിയാതെ ആളുകളെ കൊന്നുകളയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വൈറ്റ് കോളർ ടെററിസം മാറുന്ന ഒരു സാഹചര്യം വളരെ ഭീതിജനകമായ ഒരു വസ്തുതയല്ലേ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിഷദ്രാവകത്തെ കുറിച്ച് നമ്മളെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യുന്ന പോലുമില്ല. അപ്പോൾ വളരെ ഭീതിജനകമായ ഒരു വസ്തുതയല്ലേ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ തീവ്രവാദത്തിന്റെ മറവിൽ? റോബിനെ, അതില് പ്രധാനപ്പെട്ട രണ്ട് കാര്യം ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു. ഒന്ന്, ഇന്നോളം നമ്മളുടെ കൺസെപ്റ്റില് ഉണ്ടായിരുന്ന ഭീകരവാദത്തിന്റെ ഒരു മുഖം അത് മാറിയിരിക്കുന്നു. അതിന്റെ ഒരു നെക്സ്റ്റ് തലത്തിലേക്ക് ഭീകരവാദം മാറിയിരിക്കുന്നു, അച്ഛൻ പറഞ്ഞു. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭീകരവാദത്തെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ഭീകരവാദികളെന്ന് തിരിച്ചറിയാത്തവരല്ല ന്യായീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭീകരവാദത്തെ ഭയക്കുന്നവരുമല്ല. ചില കപട മതേതര മുഖം കൊണ്ട് ഈ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് ഇവിടെ മാധ്യമങ്ങളും രാഷ്ട്രീയ കക്ഷികളും എടുക്കുന്നു എന്നത്, അതാണ് നമ്മളെ ഏറ്റവും അപകടപ്പെടുത്തുന്നത്. മൂന്നാമത്തത് റോബിൻ പറഞ്ഞ ഈ വിഷം ജലത്തിൽ ചേർക്കുന്നു, അല്ലെ ഭക്ഷണത്തിൽ ചേർക്കുന്നു. അച്ഛൻ അതിന്റെ ഒരു കാര്യം കൂടെ അച്ഛൻ ആ പോയിന്റ് പറഞ്ഞിരുന്നു, അതൊന്നുകൂടെ ഞാൻ പറയാം. നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന ബോധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. നമ്മൾ പോയി ഏതെങ്കിലും നഗരത്തിൽ നിൽക്കുമ്പോൾ അവിടെ ബോംബ് പൊട്ടി മരിക്കുമോ എന്നുള്ള പേടി മാറി. അതല്ല, നമുക്കിപ്പോൾ വിശ്വസിച്ചൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനാവും. പോകട്ടെ, നമുക്ക് നമ്മുടെ കുടിവെള്ള സ്രോതസ് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് എന്താണ് ഉറപ്പ്? നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ വാങ്ങിക്കുന്ന പദാർത്ഥങ്ങൾ, ഭക്ഷണ വസ്തുക്കൾ, അത് 100% സുരക്ഷിതമാണെന്ന് എന്താണ് ഉറപ്പ്? ഇപ്പോൾ ഒരു വിഷം ഇത്തരത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്ന, പരീക്ഷിക്കുന്ന, സംഭരിച്ച ഡോക്ടറെയാണ് കണ്ടത്. ഇതുപോലെ എത്ര ഡോക്ടർമാർ ഈ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കും എന്നത് നമ്മളെ ഭയപ്പെടുത്തേണ്ടേ റോബിനെ, അല്ലേ അച്ഛാ? തീർച്ചയായിട്ടും. നമ്മുടെ വളരെ അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ച് ഭയപ്പെടുത്തുന്നതിൽ ഇത്തവണത്തെ തീവ്രവാദ പ്രവർത്തനം വിജയിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും മാധ്യമങ്ങളാണ്. എനിക്ക് പൊള്ളുമ്പോൾ മാത്രമാണ് പൊള്ളൽ എന്ന ചിന്ത മാറണം. ഇപ്പോ നമ്മുടെ ദീപിക പത്രം അവരുടെ ഒരു വാർത്തയിൽ തന്നെ കൊടുത്തു, വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു കോട്ടിങ്, തന്നെ അവസാനമേ തിന്നു എന്ന് കരുതി മുതലയെ തീറ്റിപ്പോറ്റുന്നവരാണ് പ്രീണനക്കാർ. ആരാണ് പ്രീണനക്കാർ? ആരാണ് പ്രീണനക്കാർ? രാഷ്ട്രീയ കക്ഷികൾ മാത്രമാണോ? മാധ്യമങ്ങളും ശബ്ദിക്കേണ്ടിടത്ത് ശബ്ദിക്കാതിരിക്കുന്ന, നിശബ്ദത പാലിക്കുന്ന
അല്ലെങ്കിൽ കപട മതേതരത്വം പറയുന്ന മുഴുവൻ പേരും ഈ പ്രീണനക്കാരാണ്. എന്നെ ഭക്ഷിക്കുമ്പോൾ മാത്രമാണ്, ഞാൻ പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമാണ്, അല്ലെ എന്റെ വീടിനുള്ളിൽ ഭീകരവാദം എത്തുമ്പോൾ മാത്രമാണ് അപകടം എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ ഭീകരവാദികൾക്ക് വളം വെച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാനും ഇന്ത്യയിലെ ജനങ്ങളെ സുരക്ഷിത ബോധത്തിൽ നിന്ന് മാറി നിർത്തുവാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കണം. ഇപ്പോ ഡോക്ടർമാർ എന്നത് പോകട്ടെ, ഈ വിദ്യ അഭ്യാസിക്കുന്നവർ, ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായി? നമുക്കൊരു മൊറാലിറ്റി ഉണ്ടാകണമല്ലോ, ഒരു ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാകണമല്ലോ, ഒരു സംസ്കാരം ഉണ്ടാകണമല്ലോ. സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകളെക്കാൾ അധികമായി സ്കൂളുകൾ പകർന്നു കൊടുക്കുന്ന മൊറാലിറ്റി, ആ മൊറാലിറ്റി ഇവരെവിടെ നിന്നാ പഠിച്ചിരിക്കുന്നത്? ഏതെങ്കിലും മതസ്ഥാപനങ്ങളുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? അതും സർക്കാർ ചെലവിൽ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മതപഠനത്തിന് സർക്കാരിന്റെ ഫണ്ട് വിനിയോഗിക്കുകയും അത്തരം മതപഠനങ്ങളിലൂടെ ഈ സാമൂഹിക മൂല്യങ്ങൾ തകർക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ മുമ്പേ റോബിൻ പറഞ്ഞതുപോലെ ഇത്തരം ദുഷ്പ്രവൃത്തികളെ ന്യായീകരിക്കുന്ന ബോധം അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിരോധിക്കപ്പെടണം. ഒരു സംശയം വേണ്ട. അത്തരമൊരു വിദ്യാഭ്യാസം, ഭീകരതയ്ക്ക് വളം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം പ്രാരംഭ ഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഏത് മതത്തിൻ്റെതാണെങ്കിലും അത്തരമൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിരോധിക്കപ്പെടും. രണ്ട്, ഇപ്പോ ഡൽഹിയിലെ ഒരു സർവകലാശാലയെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണല്ലോ. ആ സർവകലാശാല, അതിന് നാക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുക അംഗീകാരമില്ല. അവര് നടത്തുന്ന 2 കോഴ്സുകൾക്ക് മാത്രമാണ് അംഗീകാരം കൊടുത്തത്. ആ കോഴ്സുകൾക്കുള്ള അംഗീകാരം പോലും 5 വർഷത്തേക്കായിരുന്നു, അത് തീർന്നു. കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ വാങ്ങി കെട്ടിടങ്ങൾ പണിത് ഇത്തരം ഒരു സ്ഥാപനം നടത്തുന്നതിന് അംഗീകാരമില്ലാതെ എങ്ങനെ ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നു? അതൊരു വലിയ ചോദ്യമല്ലേ അച്ഛാ? അപ്പൊ അച്ഛനറിയാമല്ലോ, ക്രൈസ്തവ സമൂഹം ഇവിടെ ഒരു സ്കൂൾ നടത്തണമെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏതൊക്കെ അനുമതി വേണം? മുഴുവൻ അനുമതി ഇല്ലാതെ ഒരു സ്കൂൾ പ്രവർത്തിക്കാൻ കഴിയുമോ? ആ സ്കൂളിൽ ഏതൊക്കെ വിധത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് എല്ലാ വർഷവും, അല്ലേ? അപ്പൊ ഇത്തരം പരിശോധനകളൊന്നുമില്ലാതെ ഒരു സർവകലാശാല ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു അപകടം. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഈ മൂല്യങ്ങൾ പഠിക്കാതെ വരുന്ന ഒരു തലമുറയ്ക്ക് ഇത്തരം പരിശീലന കേന്ദ്രങ്ങളാണോ സർവകലാശാലകൾ എന്നത് രാജ്യം ഇനി ചർച്ച ചെയ്യണം. ഇങ്ങനെ നാട്ടിലെ സമ്പത്ത് കൊണ്ട് സർക്കാരിന്റെ ഫണ്ടും വാങ്ങി രാജ്യവിരുദ്ധ ശക്തികളെ വളർത്തുന്ന സ്ഥാപനങ്ങൾ അത് രാജ്യത്ത് ഇല്ലായ്മ ചെയ്യണം, ഇടിച്ചു നിരത്തണം. ഏറ്റെടുത്താ പോരാ. അത്തരം സർവകലാശാലകൾ, ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവാൻ പാടില്ല. ആര് ഭരിച്ചാലും രാജ്യ സുരക്ഷയല്ലേ ഏറ്റവും പ്രധാനം? രാജ്യത്തെ ജനങ്ങളുടെ ജീവന സ്വത്തുമല്ലേ ഏറ്റവും പ്രധാനം? 1000 ബോംബ് പാകിസ്ഥാനിലേക്കോ ശത്രു രാജ്യത്തേക്കോ അയക്കുന്നതിന് മുമ്പ് ഒരു ബോംബ് കൊണ്ടെങ്കിലും രാജ്യത്തെ തീവ്രവാദ ശക്തികളെ ഇല്ലായ്മ ചെയ്യാനാണ് രാജ്യം ശ്രമിക്കേണ്ടത്. പല എതിർപ്പുകളും ഉണ്ടാവും. അവർ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലേ, അവർ സാധാരണക്കാരല്ലേ? പല എതിർപ്പുകളും ഉണ്ടാവും. ഒരു എതിർപ്പിനെയും പരിഗണിക്കരുത്. രാജ്യ സുരക്ഷയാ. രാജ്യത്തിനെതിരെ ആര് നിന്നാലും ഇപ്പോ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പോലും എത്ര മോശമായിട്ട്, എനിക്ക് മലയാളികളെ കുറിച്ച് ഓർക്കുമ്പോ ലജ്ജ തോന്നുക. ഇത്ര മാത്രം വർഗീയത തലയ്ക്കകത്ത് കയറിയിട്ട് മനുഷ്യനെ മറന്നുകൊണ്ടുള്ള കമന്റുകൾ. അവര് പറയുന്നു, ഈ പിടിച്ച തീവ്രവാദികളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഡിസംബർ 6-ന് 6 വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ബാബറി മസ്ജിദ് കാരണമാക്കിക്കൊണ്ട്, അതൊരു ചർച്ച വഴിതിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു കാരണമാണ് ഈ ബാബറി മസ്ജിദ്. അത്തരം ഉണ്ടാകാൻ ഇത് നടത്താനായിട്ട് അവർ പദ്ധതി ഇട്ടിരുന്നു എന്ന് അവര് പറയുന്നു. ഇവിടെ ചിലവർ ന്യായീകരിക്കുന്നത് എന്താ? ഇവിടെ ചിലവർ ന്യായീകരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ, അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിങ്ങളെ BJP ഗവൺമെന്റ് ദ്രോഹിക്കുന്നതിന്റെ ഫലം വേറെ രീതിയിലേക്ക് ചർച്ച വഴിതിരിച്ചിടുക. എന്തിന്? രാജ്യത്തിനെതിരെ പോലും സംസാരിക്കുന്നവർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇപ്പോ ഈ റോബിനോ അച്ഛനോ
ഞാനോ അല്ലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ നാമധാരിയോ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിനെതിരെ ഒന്ന് പ്രതികരിച്ചു നോക്കി, പിറ്റേ ദിവസം കൂടി വന്ന ഒരാഴ്ച സൈബർ സെല്ലിൽ നിന്ന് വിളിക്കും. അച്ഛനാണേലും വിളിക്കും. റോബിൻ അച്ഛനാണോ? അതെ. താങ്കളുടെ ഇന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഇന്ന സമുദായത്തിനെതിരെ താങ്കൾ പ്രചരിക്കുന്നത് വർഗീയാക്ഷേപമാണ്. ഇത്ര ദിവസം ഡിലേറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അവിടെ കൊണ്ട് ചെന്ന് വിശദീകരണം കൊടുക്കണം. ഈ രാജ്യത്തിനെതിരെ പോസ്റ്റ് ഇടുന്നവർക്കെതിരെ ഇവിടുത്തെ സൈബർ വിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? പരിശോധിക്കണ്ടേ? ചെറുതും വലുതുമായി രാജ്യവിരുദ്ധ ശക്തികൾ വളരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ മദനിയുടെ കാലഘട്ടം തൊട്ട് ചിന്തിച്ചു നോക്കുക. കേരളത്തിൽ ആദ്യമായി ഈ വർഗീയ വിഷം ചീറ്റി തുടങ്ങിയത് ഈ മുസ്ലിം ചെറുപ്പക്കാരിലേക്ക് ഈ വർഗീയത വളർത്തി കൊടുത്തത് മദനിയാണ്. മദനിയുടെ പ്രസംഗങ്ങളാണ്. അന്ന് ഈ ഫോൺ സൗകര്യങ്ങളില്ല, ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ല, കാസറ്റുകളേ ഉള്ളൂ. ആ കാസറ്റുകളിൽ ഇതങ്ങോട്ട് വന്നിട്ട് ചില ടൗണുകളിലൊക്കെ ചെന്നാൽ അത് പ്രഭാഷണം പോലെ അവിടെ കാസറ്റുകളിലിട്ട് കേൾക്കാമായിരുന്നു. അവിടെ നിന്നും തുടങ്ങിയിട്ട് മദനി അകത്തായി. പക്ഷേ മദനി തുടങ്ങി വെച്ച തീവ്രവാദത്തെ എവിടെ തളയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു? PDP ഉണ്ടായി, NDF ഉണ്ടായി, പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായി, വെൽഫെയർ പാർട്ടി ഉണ്ടായി, SDPI ഉണ്ടായി, സിമി ഉണ്ടായി. നിരോധിക്കും തോറും മറ്റൊരു പേരിൽ വന്നുകൊണ്ട് ഇതേ തീവ്രവാദം അതീവ ശക്തമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. നമ്മളിത് കാണാതെ പോകരുത്. എനിക്ക് എനിക്ക് പറഞ്ഞ എനിക്ക് അതിശയം എന്താണെന്നറിയോ? ഈ പിടിക്കപ്പെട്ട ഡോക്ടർമാരിൽ എന്തുകൊണ്ടൊരു മലയാളി ഡോക്ടർ ഉണ്ടായില്ല എന്നാണ്. ഉണ്ടാകേണ്ടതായിരുന്നു. ഒരു മലയാളി ഡോക്ടർ ഇതിനകത്ത് ഉണ്ടാകേണ്ടതായിരുന്നു. കാരണം ഇവിടെയാണല്ലോ തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. റോബിനെ, ഇത് നമ്മൾ ഈ ചെറിയ രീതിയിലൊന്നും ചർച്ച ചെയ്തു പോയ പോലെ ഇപ്പം ഷെക്കേനെ അടക്കം അല്ലെങ്കിൽ ദീപയെ അടക്കം മറ്റു ചില ഒന്ന് രണ്ട് മാധ്യമങ്ങളൊക്കെ ഉണ്ട്. അവര് മാത്രമേ ഇത്തരം വിഷയങ്ങൾ അതിൻ്റെതായ ഒരു ഒരു ഗൗരവത്തോടെ ചർച്ച ചെയ്തു. എല്ലായിടത്തും വാർത്ത വരുന്നുണ്ട്, എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരുന്നുണ്ട്. ആ വാർത്ത യഥാർത്ഥത്തിൽ രാജ്യത്തിന് വേണ്ടിയാണോ, രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ, ഭീകരതയെ എതിർക്കുന്നതിന് വേണ്ടിയാണോ എന്ന് നമ്മൾ മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഇപ്പൊ ദീപിക എഴുതിയതുപോലുള്ള 2 എഡിറ്റോറിയൽ ഈ രാജ്യത്തിന് വേണ്ടി എഴുതുന്ന എത്ര മാധ്യമങ്ങളുണ്ട് ഇവിടെ? ദീപികയുടെ ചില നിലപാടുകളൊക്കെ ഞാനും എതിർത്തിട്ടുണ്ട്, കാർഷിക വിഷയങ്ങളിലൊക്കെ വരുമ്പോൾ. അതൊക്കെ സ്വാഭാവികം. പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ഇത്രമാത്രം ശക്തമായി തൂലിക ചലിപ്പിച്ച ഒരൊറ്റ മാധ്യമം ഇന്ത്യയിൽ ഉണ്ടാവില്ല. അത്രമാത്രം വലിയ സത്യങ്ങളാണ് ദീപിക ചങ്കുറ്റത്തോടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഷെക്കേന എന്ന് പറയുന്ന മാധ്യമം, ഈ മാധ്യമം ചർച്ച ചെയ്യുന്നത് പോലെ ഇവിടെ ഇപ്പോ ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് ഒരാൾ ഒരു കൗൺസിലർ രാജിവെച്ച് മറ്റൊരു പാർട്ടിയിലോട്ട് ചേർന്നാൽ അതിന് വരെ അന്തിച്ചർച്ച വെക്കുന്ന ഈ മാധ്യമങ്ങളുണ്ടല്ലോ. ആ മാധ്യമങ്ങൾ എന്തുകൊണ്ടാ ഈ ഇത്ര വലിയൊരു വിഷയം ചർച്ച ചെയ്യാത്തത്? ഗാസയിലെ കണ്ണീരിന് വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് പ്രകടനം നടത്തുന്നവരെ പൂഴ്ത്തിക്കൊണ്ട് ചർച്ച ചെയ്തവരുണ്ടല്ലോ. സ്റ്റേജിൽ കയറി ഒരു പെൺകുട്ടിയെ കൊണ്ട് തട്ടമിട്ടിട്ട് ഭയം ഉണ്ടോ എന്ന് ചോദിച്ച മന്ത്രി ഉണ്ടല്ലോ. അത് ഇവിടെ പ്രഭാഷണം നടത്തിയ മാധ്യമങ്ങളുണ്ടല്ലോ. ഇതെവിടെയാണ്? മുറിവേറ്റത് രാജ്യത്തിനാ. ഇവിടെ ഹിന്ദുവിനല്ല മുറിവേറ്റത്, ക്രിസ്ത്യാനിക്കല്ല മുറിവേറ്റത്, മരിച്ചുവരുന്ന മുസ്ലിങ്ങളുണ്ടാവും. മുറിവേറ്റത് നമ്മുടെ രാജ്യത്തിനാണ് റോബിനെ. അത് വേണ്ട ചർച്ച ചെയ്യാൻ. മാധ്യമങ്ങൾക്ക് രാജ്യത്തോടല്ലേ കടമയും കടപ്പാടും ഉണ്ടാവേണ്ടത്. ഇതുണ്ടാകാത്തിടത്തോളം കാലം ഈ മാധ്യമങ്ങൾ ഇതൊക്കെ നിരീക്ഷിക്കപ്പെടണം. ഇനി നമ്മുടെ രാജ്യം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. നമ്മുടെ രാജ്യം വളരെ ശക്തമാണ്. അത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തെളിയിച്ചു. നമ്മുടെ രാജ്യം ശക്തമാണ്. ഇവിടുത്തെ ഭരണ സംവിധാനം ശക്തമാണ്. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും നമുക്ക് സമയമില്ല, കാലതാമസമില്ല. മാധ്യമങ്ങളോടായാലും സ്ഥാപനങ്ങളോടായാലും സംഘടനകളോടായാലും വ്യക്തികളോടായാലും രാജ്യത്തിനെതിരെ വിരൽ പൊക്കുന്ന എന്തിനോടായാലും അണുവിട തെറ്റാതെ കർശനമായ നടപടികൾ സ്വീകരിക്കും. NIA നടത്തി റെയ്ഡിൽ കൊണ്ടുപോയതുപോലെ അട്ടപ്പടലം പിടിച്ചോണ്ട് പോകണം. ഇവനൊന്നും ജീവിതത്തിൽ വെളിച്ചം കാണരുത്. ഇപ്പോ നമ്മുടെ UP-യിലെ മുഖ്യമന്ത്രി, ബഹുമാനായ മന്ത്രി അവിടെ നടത്തുന്നത് കണ്ടല്ലോ, ഇടിച്ചു നിരത്തുന്നത്. നമ്മൾ പലപ്പോഴും ചില ഇടിച്ചു നിരത്തിനെയൊക്കെ എതിർക്കും. അത് പിടിച്ചെടുത്താൽ പോരാതി ചോദിക്കും. അല്ലെങ്കിൽ പോർട്ടിൽ വെടിവെച്ച് കൊല്ലുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവിടെ നീതിയില്ലേ, നിയമത്തിന് മുമ്പിൽ ഹാജരാക്കേണ്ടെന്ന് ചോദിക്കും. നിയമത്തിന് മുമ്പിൽ ഹാജരാക്കി കാലതാമസം വരുത്തി
നിയമത്തിന്റെ പഴുതുകൾ തേടി അവനെ ഒന്നും രക്ഷപ്പെടാൻ അനുവദിക്കാതെ ആ സ്പോട്ടിൽ തന്നെ കൊന്നുകളയുന്നതാണ് ശരിയെന്ന രീതി രാജ്യത്തുണ്ടാവണം. ഈ തീവ്രവാദത്തെ പിടിച്ചു കെട്ടാൻ അത് മാർഗമേ ഉള്ളൂ. ഈ രാജ്യത്തിനെതിരെ ഒന്ന് ഞാൻ ചുമച്ചാൽ പിടിച്ചുകൊണ്ട് പോകും എന്ന ഭയമാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ രാജ്യത്ത് ജീവിക്കുന്നതിലല്ല ഭയപ്പെടേണ്ടത്. ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നത് സുരക്ഷിതമല്ല എന്ന ഭയമാണെങ്കിൽ ആ ഭയം മാറ്റി ഈ രാജ്യത്തിനെതിരെ ആര് നിലപാടെടുത്താലും അവൻ അകത്താകും, വെളിച്ചം കാണില്ല എന്ന ഭയമാണ് ഉണ്ടാവേണ്ടത്. ആ ഭയം ഉണ്ടാക്കി കൊടുക്കുവാൻ ഗവൺമെന്റുകൾ, സൈന്യങ്ങൾ തയ്യാറാവണം. ഇവിടുത്തെ പോലീസിലും ഒന്നും നമുക്ക് പ്രതീക്ഷിക്കില്ല. പച്ച വെളിച്ചം കൊണ്ട് മൂടിയിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ്, സധൈര്യം ഇറങ്ങാതെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിന് വേണ്ടി മാത്രം തന്റെ യൂണിഫോമും അധികാരവും വിനിയോഗിക്കുന്ന പോലീസ്. നീതി എന്ന് പറയുന്നത് സാധാരണക്കാരൻ അന്യമാകും. പോലീസിലൊക്കെ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സൈന്യം ഇറങ്ങേണ്ടിടത്ത് സൈന്യം ഇറങ്ങണം, NIA ഇറങ്ങേണ്ടിടത്ത് NIA ഇറങ്ങണം, പിടിക്കപ്പെടേണ്ടവരെ പിടിക്കണം. പിടിക്കുന്നവൻ രാജ്യവിരുദ്ധനാണെങ്കിൽ പുറം ലോകം കാണരുത്. അങ്ങനെ ഒരു 10 പേരുടെ അങ്ങ് അകത്തോട്ട് പോയാൽ ഇവന്റെയൊക്കെ പദ്ധതി നിൽക്കും. ഇവിടെ വളം കൊടുത്തില്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും മറ്റൊരു രാജ്യത്തു നിന്നും ഒരു മരവും ഇവിടെ വേരോടാതെ വളരില്ല. ഇവിടെ വളം കൊടുക്കുന്നതാ പ്രശ്നം. ഇവിടെ വളം കൊടുക്കാൻ പാടില്ല. ആര് തീവ്രവാദത്തിന് വളമേകുന്നോ അവൻ ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല. പൊതുവെ അത്തരം നിലപാടിലേക്ക് സർക്കാരും ഈ രാജ്യസ്നേഹികളും കടന്നു വരണം എന്നതാണ് എനിക്ക് ഒന്നാം ഘട്ടത്തിൽ പറയാനുള്ളത്. ഫാദർ, മറ്റൊരു കാര്യം, ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി എന്ന് വെച്ചാൽ SDPIയുടെ അടക്കം കുറെ വസ്തുവകകൾ പിടിച്ച് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായി. അതൊന്നും വലിയ ചർച്ചയായില്ല. അതുപോലെ തന്നെ ഇപ്പോൾ തീവ്രവാദത്തെക്കുറിച്ച് ചർച്ചയാവുകയാണെങ്കിൽ പോലും അതിനെ ഒരുപക്ഷെ പലപ്പോഴും ഇപ്പോൾ മാർട്ടിൻ എന്ന് പറയുന്ന ആള് കളമശ്ശേരിയിൽ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ച് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു രീതി, ഇനി അതുമല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഇങ്ങനെ തീവ്രവാദത്തെ അങ്ങ് സിമ്പിളായിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിൽ അതിനെ പരുവപ്പെടുത്തുന്ന ഒരു രീതി, അതിൻ്റെ ഒരു ഭാഷ്യം, ആ രീതിയിലുള്ള ഒരു ഭാഷ്യം, ഇതൊക്കെ ഒരുപക്ഷെ ഈ തീവ്രവാദത്തിന് വളം വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ നിലനിൽക്കുന്നത്. കാരണം ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഇതിനെയെല്ലാം തമസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ, നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ, തീവ്രവാദം എന്ന് പറയുന്ന ആ ഒരു സംഗതി, ആ ഒരു ഐഡിയ ലോകത്ത് എല്ലായിടത്തും തടച്ചു വളരുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഇതേണ്ട ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതാ തുടങ്ങിയിരിക്കുന്നു പൊട്ടുവാനായിട്ട്. പഹൽഗാമിൽ നടന്നു, വളരെ ക്രൂരമായിട്ട് നടന്നു. ഇപ്പോൾ ഇതാ ചെങ്കോട്ടയിലും നടന്നു. അതും വൈറ്റ് കോളർ ആളുകൾ, കൃത്യമായിട്ട് വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ. അപ്പോൾ ഈ ന്യൂട്രലൈസ് ചെയ്യുന്ന ആ രീതി, ഇതിനെ സിമ്പിൾ നിസ്സാരവൽക്കരിക്കുന്ന ആ രീതി, അതും ഒരു ആസൂത്രിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് തീവ്രവാദം എല്ലായിടത്തും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് മാത്രം ഇതിനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ഒരു മാനസിക നിലയെ കൊണ്ടുവന്ന് എത്തിക്കുക. അതൊരു തന്ത്രമാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നടക്കുന്നു, തീവ്രവാദം അവിടെ നടക്കുന്നു, അത്രയേ ഉള്ളൂ. വളരെ നാച്ചുറൽ ആയ ഒരു കാര്യമായിട്ട് ഇങ്ങനെ പോയി. ഉദാഹരണം പറയുകയാണെങ്കിൽ അതിർത്തിയില് പട്ടാളക്കാര് ഒരാൾ വെടിയേറ്റ് മരിക്കുന്നു എന്നുള്ളത് ഒരു സാധാരണ സംഭവമായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് എപ്പോഴൊക്കെയോ ഇത് മാറിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ മേഖലകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അത് എല്ലാത്തിനെയും വളരെ സിമ്പിൾ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടെ കാര്യങ്ങൾ മാറി വരുമ്പോഴത്തേക്കും ഇത് ശരിയായ രീതിയിൽ ഉള്ളൊരു നമുക്കൊരു പക്വതയോടുകൂടി ആളുകൾക്ക് ഇതിനെ കാണാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് നമ്മൾ ആദ്യം പറഞ്ഞ് നിർത്തിയിടത്തേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോവുക. അതായത് ഒരിടത്തും നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. ഇപ്പൊ ഉദാഹരണം മെട്രോ യാത്ര ചെയ്തു, ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കി മെട്രോ തകരുകയല്ല എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ അത്ര എളുപ്പമല്ല, കാരണം കുറേയേറെ പരിശോധനകൾ ഉണ്ടാകും. പക്ഷെ അതിനകത്ത് ഒരു വിഷവാതകം സ്പ്രേ ചെയ്ത് അതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ അവരെ നിത്യരോഗികളാക്കി മാറ്റാൻ കഴിയില്ല എന്നോ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞില്ലേ? അവിടെയൊക്കെ നമ്മുടെ ഒരു ശരിക്കും ഒരു എന്താ സുരക്ഷിത ബോധം, രാജ്യത്ത് ജീവിക്കുന്നതിന്റെ ഒരു സുരക്ഷിത ബോധം എന്ന് നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയിലേക്ക്, എന്നൊരു വല്ലാത്തൊരു ആശങ്ക വല്ലാതെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടത്. രണ്ടാമതൊരു കാര്യമുണ്ട്, നമ്മൾ ഈ വിഷ ഡോക്ടറെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നമ്മള് ജോൺസൺ ചേട്ടൻ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് തന്നെ പറയുന്ന
അതായത് ഇദ്ദേഹം എവിടെ വെച്ചാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ കമ്പൈൻ എടുത്തത്? അത് ഒരു കെമിസ്ട്രിക്കൽ പ്രോസസ്സിലൂടെ നടന്നാണല്ലോ ഈ വിഷവാതകവും വിഷദ്രാവകവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് എവിടെ വെച്ചാണ് ഇദ്ദേഹം ചെയ്തത് എന്ന് അറിയട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ഒരു സൂചന പോലും കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ അല്പം ഒന്ന് ഗൗരവത്തോടു കൂടി കാണേണ്ടതായിട്ടുണ്ട്. നമ്മള് അടുത്ത ദിവസം കടയിൽ പോയി വാങ്ങാൻ കഴിയുന്ന സാധനം അല്ലല്ലോ ഇദ്ദേഹം ഉപയോഗിച്ചത്. ഇത് എവിടെ വെച്ചാണ് ഇത് കമ്പൈൻ ചെയ്തുണ്ടാക്കിയത്? എവിടെ വെച്ചാണ്? അല്ലെങ്കിൽ ഇതിന്റെ അസംസ്കൃത വസ്തുക്കൾ ഇദ്ദേഹത്തിന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് എവിടെ വെച്ചാണ്? ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഈ അറിവ് ഇദ്ദേഹം ആർജിച്ചെടുത്തത് എവിടെ വെച്ചാണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അല്പം കൂടെ ഒന്ന് ആഴത്തിൽ അന്വേഷിക്കുകയും അത് മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇത് പറയപ്പെടുന്നത് ഈ ഉൾപ്രദേശങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം എറണാകുളം നഗരത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലോ വെച്ച് നടത്തുന്ന ഒരു ആസൂത്രണം എന്ന് പറയുന്ന ഒരു കാര്യം, അത് എന്നേക്കാൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഉൾനാടുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് മൊബൈൽ റേഞ്ച് പോലും ഇല്ലാത്ത ഇടങ്ങൾ ഒരുപാടുണ്ട് നമ്മളുടെ രാജ്യത്ത്. അത്തരം ഇടങ്ങളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് അല്പം ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു വേറൊരു എന്താ പറയുക, നമ്മുടെ രാജ്യം ഒരിടത്ത് ഒരിക്കലും എത്തപ്പെടാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുകയും രാജ്യത്ത് ജീവിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ മനസ്സിലാക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് വരുന്നുണ്ട്. തന്നെയല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചർച്ച ചെയ്യപ്പെടണം. എഴുതപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കേസ് ലോകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതി പ്രവർത്തിക്കുന്നത്. കാരണം ഈ നീതിന്യായ വ്യവസ്ഥിതിയിലെ വിധികൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ മുമ്പ്, നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാന സാധ്യതകള് മുൻപോട്ട് പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള ആളുകള് നിസാരമായ ശിക്ഷകൾ വാങ്ങി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ ഇതിനകത്ത് ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്ന് അല്പം കൂടി ഒരു വലിയൊരു ഇടപെടലിന് ഇതിനൊരു സാധ്യതയുണ്ട്. പുതിയ നിയമ നിർമ്മാണം പോലും ഒരുപക്ഷെ ഇത് ആവശ്യമായിട്ട് തന്നെ വരും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഓരോ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു തരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വിഷദ്രാവകത്തെ കുറിച്ചോ വിഷവാതകത്തെ കുറിച്ചോ ഒക്കെ അത് തീവ്രവാദത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് അടുത്ത കാലം വരെ, ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടാകുന്നതോളം വരെ നമ്മളത് ചിന്തിച്ചായിരുന്നോ? അതായത് ആ തീവ്രവാദത്തിന്റെ ആ ഒരു പുതിയ മുഖത്തിന്റെ ഇതിലേക്ക് ഇത് കാര്യങ്ങൾ പോവുകയാണ്. മനുഷ്യന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശം ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൃദയത്തിന്റെ പ്രകാശം ജ്വലിപ്പിക്കാനല്ല, ഒരു പ്രദേശം മുഴുവൻ അന്ധകാരം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ വിദ്യാഭ്യാസവും മനുഷ്യന്റെ ബോധവും ഒക്കെ ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതി പോലും പുതിയ ചില തലങ്ങൾ തേടേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു വരുന്നു. ഇതൊക്കെ കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് കോടതി വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കൊണ്ട് നിസ്സാരമായിട്ട് പോയെന്ന് പറയാം. ഇങ്ങനെയുള്ള ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ എന്ന് വെച്ചാൽ ചവേറായ ആൾ മരിച്ചു, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോകും. കാരണം അതിന് നല്ല മാക്സിമം ശിക്ഷ കൊടുക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ടോ, അത്തരത്തിലുള്ള കേസ് ലോകൾ ഇവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു തലത്തിലേക്കൊക്കെയുള്ള നമ്മുടെ രാജ്യം വളരേണ്ടതാണ് എന്നുള്ള ആ ഒരു ദിശാബോധത്തിലേക്ക് നമ്മൾ ചില സൂചനകൾ ഇത് നൽകുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, പുതിയ നിയമ സംവിധാനങ്ങളൊക്കെ 2023 നിലവിൽ വന്നു. നമ്മളുടെ BNS-ഉം BNSS-ഉം ഒക്കെ നിലവിൽ വന്നു. അതിനകത്ത് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള പുതിയ സാധ്യതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷവാതകത്തെ കുറിച്ച് നമുക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നിസ്സാരമായിട്ട് ഇറങ്ങിപ്പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വളരെ റിസർച്ച് കൃത്യമായ രീതി, ഇങ്ങനെ കെമിസ്ട്രിക്കൽ തരത്തിലുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ജുഡീഷ്യറി എങ്ങനെ പരാജയപ്പെടുത്താം, ഇത് അവിടെ കോടതിയുടെ മുമ്പാകെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പാകെ ഇത് എങ്ങനെ പരാജയപ്പെടുത്തു പോകാവുന്ന രീതിയിലുള്ള പഠനങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ ഇത് സോഷ്യൽ എഞ്ചിനീയറിങ്, ഇത് എവിടെ വെച്ചായിരിക്കണം ഇത് നടത്തപ്പെടുന്നത്, ആളുകളുടെ മൈൻഡ് സെറ്റപ്പ് എങ്ങനെ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള വളരെ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വളരെ ആഴത്തിൽ ഈ വിഷയം പഠിക്കുന്നുണ്ട്, വളരെ സമഗ്രമായിട്ട് വിഷയം പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ അല്പം കൂടി ഒന്ന് ഗൗരവമായിട്ട് ആഴത്തിൽ പഠിക്കണം. നമുക്ക് നമ്മുടെ സിസ്റ്റമൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ പലപ്പോഴും നമുക്ക് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതും പുതിയ സാധ്യതകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതും ഒക്കെ വലിയ തിരിച്ചറിവല്ലേ. ഇങ്ങനെ വിഷവാതകത്തെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലറുടെ കാലത്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ തീവ്രവാദികൾ ഇങ്ങനെ ഒരു കാര്യം ഉപയോഗിച്ചു തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ ആ ഒരു ദിശാബോധം നമുക്ക് അത് മാറണം. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ബോംബ് സ്ക്വാഡ് നമ്മുടെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലുണ്ട്, എയർപോർട്ടിലുണ്ട്, അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ആളുകൾ തടിച്ചുകൂടുന്ന ഇടങ്ങളിലൊക്കെ ഉണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് കേരളത്തില്. എല്ലാ
പഞ്ചായത്തുകളിലും ആയിരങ്ങൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻസ് നടക്കാൻ പോകുന്നുണ്ട്. ഇത്തരം ഒരു തീവ്രവാദിയായിരിക്കുന്ന ഒരാള് അത്തരം ഒരു സ്പേസിൽ നുഴഞ്ഞു കയറിയാണെന്നുള്ളതിന് നമുക്ക് എന്ത് മുൻകരുതല കൊടുക്കാനായിട്ട് കഴിയുക? പൊതുസ്ഥലത്തല്ലേ? വിഷവാതകം കൊണ്ടുവന്ന് അവിടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ മരിച്ചു വീഴുകയോ നിത്യ രോഗികളായിട്ട് മാറുകയോ ചെയ്യുന്നു. സംഭവിച്ചാൽ ആർക്ക് പറ്റും? അതിന്റെ ഇരകളാകുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ ആശങ്കപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ നമ്മളുടെ ഈ രാജ്യത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്പേസിനെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അതുപോലെ തന്നെ ഈ വിഷയം എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് തയ്യാറായി? സാധാരണ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, ഈ ഷക്കീന വിഷയം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എക്സ്പേർട്സിനെ വെച്ചുകൊണ്ട് തന്നെ പല ചർച്ചകളും വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളൊരു മാറി നിന്ന് സാമൂഹ്യ നിരീക്ഷകർ എന്ന നിലയിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഇതിനോട് കാണിക്കുന്ന ഒരു വല്ലാത്തൊരു നിസ്സംഗത നമ്മൾ കാണണം. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളെ കൂടുതൽ ചർച്ച ചെയ്താൽ സംഭവിക്കാൻ പോകുന്നു നമുക്കറിയാം. ചില പ്രത്യേക മേഖലകളിൽ നിന്നുള്ള പരസ്യങ്ങൾ കിട്ടാതെ പോകുന്നു. പരസ്യങ്ങളാണ് മാധ്യമങ്ങളെ പിടിച്ചു വരുന്നത്. എന്റെ സാമ്പത്തിക വശങ്ങളെ കുറിച്ചൊക്കെ അറിയാത്തത് കൊണ്ടല്ല പറയുക. പക്ഷേ ഈ മാധ്യമങ്ങൾ പോലും ഇത്തരം ചില കാര്യങ്ങൾ, ഇപ്പം അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി, ഒരു ഫ്രണ്ട് പേജ് വാർത്ത അല്ലെങ്കിൽ ഒരു ദിവസത്തെ ചർച്ച കൊണ്ട് അവസാനിപ്പിക്കപ്പെടാതെ ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ തീവ്രവാദം സമൂഹത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ശരിക്കും ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചർച്ച ചെയ്യാനായിട്ട് അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതും ആണ്. ഇതിന്റെ രാഷ്ട്രീയം ഒന്നുമല്ല. അതിനേക്കാളപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഒരു രാജ്യം കൊടുക്കേണ്ട സുരക്ഷിതത്വം അനുഭവിച്ച് ജീവിക്കാനായിട്ട് ഇവിടെ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ സുരക്ഷാ സംവിധാനങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു പോവുക എന്നുള്ളതും കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ പഞ്ചായത്ത് കൺവെൻഷനുകളെ കുറിച്ചൊക്കെ ഇന്ന് ഗൗരവമായിട്ട് ചിന്തിച്ച് ഏത് പഞ്ചായത്തിലും ഏത് മുന്നണിയുടെ രാഷ്ട്രീയ നയവിശദീകരണ യോഗം നടക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 1500 വരെ പ്രതീക്ഷിക്കാവോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയല്ലെന്ന് അവിടെ വരുന്ന ആരൊക്കെയാണെന്നോ, അവിടെ വരുന്ന ആളുകളുടെ ഇന്റൻഷൻ എന്താണെന്നോ, അല്ലെങ്കിൽ അവിടെ വരുന്ന എവിടെ നിന്നുള്ളതാണെന്നോ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ഓരോ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് തന്നെ ഞാൻ വരുന്നത്. ഈ ടൗണുകളിലുള്ളതൊക്കെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ, ഇപ്പൊ ടി വി ക്യാമറ പോലും ഇല്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ നമുക്കുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇതിന്റെ ഒരു ഇമ്പാക്റ്റുകള് നമ്മൾ ആശങ്കപ്പെടേണ്ട ചില മേഖലകളുണ്ട്. അത്തരം ചില ആശങ്കകൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു മിഴി തുറക്കാനായിട്ട് ഷക്കീന ടെലിവിഷന്റെ ചർച്ച നിമിത്തമാകട്ടെ ഞാൻ പോലും കഴിയാത്ത ചില മേഖലകള്, തീവ്രവാദത്തിന്റെ ചില മേഖലകൾ എത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ നമ്മളുടെ നിയമ സംവിധാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ പോലീസ് സംവിധാനങ്ങളെ കുറിച്ച് കൂടെ നമ്മൾ വീണ്ടും ഒരു അന്വേഷണം പച്ചപൊളിച്ചൊക്കെ നമുക്കറിയാം, അതേക്കുറിച്ച് നമ്മൾ വീണ്ടും പറയുന്നില്ല. ഈ ഒരു സംഭവം നടന്നതിന്റെ റിപ്പോർട്ട് എഴുതുന്നതിൽ മുതലാണ് ഇതിന്റെ കാര്യങ്ങൾ നിൽക്കുക. ആ റിപ്പോർട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നടത്തുന്ന റിപ്പോർട്ട് എഴുതുന്നതിനകത്ത് പോലും ഇതിനകത്ത് വലിയ കാര്യമുണ്ട്. ഇത്തരം സംഭവങ്ങളോട് ബന്ധമുള്ള റിപ്പോർട്ട് എഴുതുന്നെങ്കിൽ ഇത് സ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യമായിട്ട് തന്നെ, ഒരു അപകടമായിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിലപ്പം ന്യായീകരിച്ചു കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ രാജ്യം ശരിക്കും ഒരു ആത്മവിമർശനത്തിന് തയ്യാറാകണമെന്നുള്ള വളരെ കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളുടെ ഈ ഡൽഹിയിലെ സ്ഫോടനം നമുക്ക് തരിക. രാജ്യതലസ്ഥാനത്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ അതിന്റെ വഴിയെ നടന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ആത്മവിമർശനത്തിന് തയ്യാറാവണം. ഇതിന്റെ പ്രായോഗിക തലങ്ങൾ, അതായത് ഏറ്റവും താഴെ തട്ടിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായ ആളുകളിലേക്ക് ഇത് എത്തപ്പെട്ട് വരുന്ന സിവിലിയൻ ആളുകളിലേക്ക്, ഏറ്റവും സാധാരണക്കാരായ ആളുകളിലേക്ക് ഇത് വരുമ്പോൾ ഇതെങ്ങനെ തടയാനായിട്ട് കഴിയുമെന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നിയമവ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുണ്ട്. എന്ന് വെച്ചാൽ നിയമവ്യവസ്ഥിതി കുഴപ്പമല്ല, നമ്മളുടെ നിയമങ്ങൾ മുൻകാലഘട്ടത്തിലെ കേസ് ലോസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കോടതിയുടെ മുമ്പാകെ ഇത് വന്നു എഴുതപ്പെട്ട നിയമങ്ങളും കേസ് ലോസും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിയമ നിർമ്മാണം ഇനി നമുക്ക് രാജ്യത്ത് നടത്തപ്പെടേണ്ടതായിട്ടില്ലേ? അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുടെ സുരക്ഷിതത്വങ്ങളെ കുറിച്ചുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ലേ എന്നൊക്കെയുള്ളത് നമ്മൾ വളരെ ആശങ്കയോട് കൂടെ, അപ്പൊ ഒരു ആശങ്ക വളർത്തുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത് എന്ന് എനിക്ക് അറിയാം. പക്ഷെ എങ്കിലും നമ്മൾ ആശങ്കയോട് കൂടെ തന്നെ കാണണം. ഇപ്പൊ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഡൽഹിയിൽ മാത്രമേ സ്ഫോടനം നടത്താവൂ എന്ന് അവന് നിർബന്ധമൊന്നുമില്ല. അവന് വേണ്ടത് മനുഷ്യന്റെ ചോരയാണ്, ഇന്ത്യക്കാരന്റെ ചോരയാണ് വേണ്ടത്, ഇന്ത്യക്കാരന്റെ ജീവനാണ് വേണ്ടത്. അത് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ആയി കഴിയുമ്പോൾ ഒരു ടൗൺ മേഖലയിൽ ഇത് സംഭവിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും നമ്മളുടെ ഒരു സാധാരണ പഞ്ചായത്ത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഇടുക്കി ജില്ലക്കാരാ, ഞാൻ 5 വർഷം ചേർന്നൊക്കെ ഇടുക്കി ജില്ലയിലെ ഒരു ഉദാഹരണം പറയുന്ന, ഇടുക്കി ജില്ലയിലെ ഒരു സാധാരണ പഞ്ചായത്തുകൾ പോലെയുള്ള ഒരു സാധാരണ പഞ്ചായത്ത്, വട്ടവട പഞ്ചായത്തോ അല്ലെങ്കിൽ അതുപോലെ ഉൾപ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകൾ, അങ്ങനെയുള്ള കൺവെൻഷനുകളിലൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരം ആളുകൾ കടന്നു ചെല്ലുന്നില്ല എന്ന് എന്താണ് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് കഴിയുക? നമ്മളുടെ തന്നെ സാധാരണ
പട്ടണങ്ങളിലെ സിനിമാ തിയേറ്ററുകളിലേക്ക് കടന്നു ചെന്നേ. അവിടെ എന്ത് തരത്തിലുള്ള സുരക്ഷിത പരിശോധന നടക്കും? ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷേ ഇത്തരം ചില വലിയ ആശങ്കകൾ ഈ സംഭവങ്ങൾ നമുക്ക് മുമ്പിലേക്കുണ്ട്. തീവ്രവാദത്തിന്റെ മുഖം എന്ന് മാറി, തീവ്രവാദത്തിന്റെ മുഖം കൃത്യമായിട്ട് മാറി. അതായത് ഏതെങ്കിലും വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനങ്ങളെക്കാൾ അപ്പുറത്തേക്ക് ഇത് സാധാരണ ആളുകളെ ബാധിക്കുന്ന തലങ്ങളിലേക്ക് വളരെ വ്യാപകമായ രീതിയിൽ തീവ്രവാദത്തിന്റെ ആ ഒരു ഇടപെടലുകൾ മാറി. വൈറ്റ് കോളർ തീവ്രവാദമായിട്ട് ഇത് നമ്മൾ ഉപയോഗിച്ച വാക്ക് തന്നെയായിരുന്നു. വൈറ്റ് കോളർ ടെററിസമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. അതിന്റെ മേഖലകൾ എല്ലാ മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഏതൊക്കെ മേഖലകളിൽ ഇനിയിപ്പോ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണണം. അപ്പൊ അങ്ങനെ ഒരുപാട് ആശങ്കകളുടെ ഒരു അധ്യായമായിട്ട് നമുക്കിതിനെ കാണാം. ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ നിസ്സംഗതയും നിസ്സാരമായിട്ട് കാണരുത്. ഇത് രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവനെ ബാധിക്കുന്ന വിഷയമാണ്, സാധാരണക്കാരന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്, സാധാരണ കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഇത്തരം വിഷയങ്ങളെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ചില തിരിച്ചറിവുകളും നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം ചില തിരിച്ചറിവുകളിലേക്ക് നമ്മൾ ഈ ചർച്ച നീങ്ങട്ടെ. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മളുടെ തീർച്ചയായിട്ടും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഈ ചർച്ചകൾ വീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒരു ചിന്ത കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ചർച്ച വൻ വിജയമായി എന്ന് പറയാം. എത്ര വ്യൂവേഴ്സ് കിട്ടി എന്നുള്ളതല്ല, അതിനേക്കാൾ കൂടുതൽ ചില മറ്റാരും പറയാത്ത ചില ആശങ്കകൾ പറയാൻ നമുക്ക് സ്പേസ് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ അത്തരം ചില ആശങ്കകളെ കുറിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തീവ്രവാദ മേഖലകളിൽ പോലും സംഭവിക്കത്തില്ലാത്ത ചില രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ മാറി എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട, ആശങ്കയോടെ തിരിച്ചറിയപ്പെടേണ്ട, ആത്മവിമർശനം ചെയ്യേണ്ട ഒരു മേഖലയായിട്ട് ഇത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല. തെറ്റ് ആര് ചെയ്താലും അവൻ ശിക്ഷിക്കപ്പെടണം. ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ വെച്ച് എന്താണോ കൊടുക്കാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ അത് ആ വ്യക്തിക്ക് കൊടുക്കുക തന്നെ ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിപ്പം തീവ്രവാദം അത് ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദു ചെയ്താലും മുസൽമാൻ ചെയ്താലും തീവ്രവാദം തന്നെയാണ്. മനുഷ്യന്റെ ജീവൻ അത് ക്രിസ്ത്യാനിയുടെ ആയാലും ഹിന്ദുവിന്റെ ആയാലും മുസൽമാന്റെ ആയാലും ജീവൻ തന്നെയാണ്. പക്ഷേ അത് ഒരു തരത്തിൽ ഇപ്പം ഇവിടെ കളമശ്ശേരിയിൽ അയാൾ ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു തീവ്രവാദത്തെ നമ്മൾ ആരും ന്യായീകരിക്കത്തില്ല. തീവ്രവാദം എന്നും രാജ്യത്തിനെതിരാണ്, രാജ്യത്തിന്റെ സുരക്ഷിതത്വമാണ്, സാധാരണക്കാരന്റെ ജീവിതമാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ, അത്തരം ഒരു ബോധ്യം കൂടെ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. പ്രത്യേകിച്ച് വരും നാളുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഗൗരവമായ ചില ജാഗ്രതകളിലേക്ക് നമ്മളുടെ രാജ്യം ഉണരേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ സമയത്ത് ഉണ്ടായത്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിലെ പല രാഷ്ട്രീയക്കാരും പ്രധാനമായും കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഗാസയിലെ ആ കൂട്ടക്കൊലകൾക്ക് വേണ്ടി ഒരുപാട് വാദോരാതെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരങ്ങനെ പറയുമ്പോൾ പോലും മറ്റൊരു രാജ്യത്തേക്ക് കടന്നു ചെന്ന് നടത്തിയ ക്രൂരമായ ആക്രമണത്തെ, അത് കൊലപാതകങ്ങളാണ് നടത്തിയത്, ക്രൂരമായ കൊലപാതകങ്ങളാണ് നടത്തിയത്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ രാഷ്ട്രീയ പ്രഷർ, നമ്മൾ പറയൂലോ, ഈ പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഈ സോഷ്യോളജിയിലും അതുപോലെ പൊളിറ്റിക്സിലും എല്ലാം പറയൂലോ. അപ്പോൾ ഈ പ്രഷർ ഗ്രൂപ്പുകൾ ഒരു തീവ്രവാദത്തെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി മാറുന്നുണ്ടോ? അങ്ങ് ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറയുകയാണെങ്കിൽ, ഒരാൾക്ക് കൂടി നമുക്ക് ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അങ്ങ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമായിരുന്നു, നല്ലതായിരുന്നു. ഓക്കെ. അല്ല, അത് ഉണ്ട്. ഒരു സമ്മർദ്ദ ശക്തികള് പ്രത്യേക രീതിയിൽ രാഷ്ട്രീയത്തിലും മാധ്യമരംഗത്തും ഇടപെടുന്നുണ്ട്. നമ്മളതിനെ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചാണ്. ഈ ജിഹാദ് മീഡിയാസ് അത് മാറിയിട്ട് ഇപ്പോൾ മീഡിയ ജിഹാദായി മാറി. മുഴുവൻ മാധ്യമങ്ങളെയും ജിഹാദിന്റെ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ കേരളത്തിലെങ്കിലും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ ജിഹാദികളായി മാറി. രാഷ്ട്രീയ കക്ഷികളിൽ മുഴുവൻ ജിഹാദ് നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ ഈ റോബിൻ ഉപയോഗിച്ച പദം സമ്മർദ്ദ ശക്തികളായി ഇവർ മാറിയിട്ടുണ്ടെന്നുണ്ട്. ഞാൻ നേരത്തെ ഒരിടത്ത് പറഞ്ഞിരുന്നു, വെറും 34 വോട്ടുള്ള ഒരു തീവ്രവാദ വിഭാഗത്തിന്റെ രാഷ്ട്രീയ കക്ഷിക്ക് ആ വാർഡിൽ ആരും മത്സരിക്കണം, ഇടതു മുന്നണിയിലാണെങ്കിലും വലതു മുന്നണിയിലാണെങ്കിലും ആര് മത്സരിക്കണമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുക. 34 വോട്ടേ ഉള്ളൂ ഒരു പഞ്ചായത്ത് വാർഡിൽ. പക്ഷെ പഞ്ചായത്തിനെ സംബന്ധിച്ച് 34 വോട്ട് നിർണായകമാണ്. ആ 34 വോട്ട് കൊണ്ട് 1000-ഓളം വോട്ടുകളുള്ള ഒരു വാർഡിൽ സമ്മർദ്ദ ശക്തിയാകുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരം ഗ്രൂപ്പുകൾ എത്ര സമ്മർദ്ദ ശക്തിയാകുന്നുണ്ട്? ആ സമ്മർദ്ദ ശക്തികളെ ഭയപ്പെടുന്നതാണ് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഏറ്റവും വലിയ അപജയം. അത് രാജ്യത്തിന് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം ഇപ്പോൾ ഈ അല്പം മുൻപാണ് ഷഹബാസ് ഷെരീഫ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യ അറബിക്കടലിൻ്റെ ഭാഗങ്ങളിൽ ഒരു സൈനിക ഒരു അഭ്യാസം നടത്തുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ആണെങ്കിലും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലൂടെ ഇപ്പോൾ സൗദി അറേബ്യയുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി. തുർക്കിയിൽ ചെന്ന് അഫ്ഗാനിസ്ഥാനും അവർ തമ്മിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അതുപോലെ തന്നെ സൈനിക മേധാവിയെ ഭരണഘടന ഭേദഗതി വരുത്തി സംയുക്ത സൈനിക മേധാവിയായി നിയമിക്കുന്ന അങ്ങനെ സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് രാജ്യങ്ങളിലും നടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ഈ തീവ്രവാദത്തിൻ്റെ ഇപ്പോൾ പാകിസ്ഥാനിൽ തീവ്രവാദ ബോംബ് സ്ഫോടനം നടന്നു, ഇന്ത്യയിൽ നടന്നു, പരസ്പരം പഴിചാരുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊരു യുദ്ധത്തിലേക്ക് കൂടി പോകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിയുന്നുണ്ടോ എന്ന് അങ്ങേക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അതിനെക്കുറിച്ച് ഗൗരവമുള്ള ഒരു ചോദ്യമാണിത്. യഥാർത്ഥത്തിൽ ഈ സ്ഫോടനം ഡൽഹിയിൽ ആകസ്മികമായി സംഭവിച്ച ഒരു സ്ഫോടനം, ആ ഒരു സ്ഫോടനം നടത്തിയ ആൾ ആ സ്ഥലത്തോ ആ സമയത്തോ ആ ഇടത്തോ ഒന്നും സ്ഫോടനം നടത്താൻ ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ വേദികൾ എത്തി നിൽക്കുന്നത് രാജ്യാന്തര ഭീകര ശൃംഖലയിലേക്കാണ്. ആ ശൃംഖലയുടെ അനവധി സ്ലീപ്പർ സെല്ലുകൾ അല്ലെങ്കിൽ മോഡ്യൂളുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. അത് വിദ്യാസമ്പന്നരുടെ ഇടയിൽ ആ മോഡ്യൂളുകൾ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഫരീദാബാദിലെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പ്രമിസിസിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മോഡ്യൂൾ പ്രവർത്തിച്ചു. ആ മോഡ്യൂളാണ് കണ്ടെത്തിയതും ആ മോഡ്യൂളിൽ നിന്നും കണ്ടെത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരാൾ നടത്തിയ സ്ഫോടനം. അതിനിപ്പോൾ നിലവിലുള്ള അന്വേഷണ സംവിധാനം നൽകുന്ന സൂചനകൾ വിശ്വസിക്കാം എങ്കിൽ തുർക്കിയിൽ ഹാച്ച് ചെയ്യപ്പെട്ട ഒരു പ്ലോട്ടാണ്. 2022 തുർക്കിയുടെ അങ്കാറയിൽ ഒരുപക്ഷെ തുടങ്ങിയ ഒരു ചിന്തയാണ് ഇപ്പോൾ ഈ രൂപത്തിൽ എത്തി നിൽക്കുന്നത്. അവിടുന്ന് യുക്കാസ എന്ന പേരുള്ള ഒരു ഹാൻഡിലിൽ നിന്നും, അതൊരു വ്യാജ പേരാകാം, ഒരു കോഡ് നെയിം ആകാം, അവിടെ നിന്ന് ഡീപ്ലി എൻക്രിപ്റ്റഡ് ആയ ചില മെസ്സേജുകൾ വരുന്നു, ഫോൺ കോളുകൾ വരുന്നു. മറ്റ് സംവിധാനങ്ങളിലൂടെ ഇന്ത്യയിലെ നിരവധി പ്രൊഫഷണലുകളെ, ഡോക്ടേഴ്സിനെ ബന്ധപ്പെടുന്നു. അവിടെ ഒരു യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അങ്ങനെയെങ്കിൽ തുർക്കി ഒരു സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നു. തുർക്കി ഗവൺമെന്റോ ഒരുപക്ഷെ തയ്യിബ് എർദോഗാനോ ഒന്നും നേരിട്ട് ഇടപെട്ടു എന്നല്ല ഇവിടെ സൂചന. പക്ഷെ തുർക്കിയിൽ ഉള്ള ചില കേന്ദ്രങ്ങൾ ഇന്ത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യയെ ശിഥിലീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇനി നോക്കൂ, എന്തുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഈ ഭീകരത ഉണ്ടാകുന്നു ഈ സമയത്ത്? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഉറി ആക്രമണം, 2016 ഉറി ആക്രമണം, 2019 പുൽവാമ ആക്രമണം, 2025 പഹൽഗാം ആക്രമണം, ഇതിനെല്ലാം ശേഷം കൃത്യമായ സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാനെ ഇന്ത്യ പ്രഹരിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ രീതിശാസ്ത്രം മാറി. സീറോ ടോളറൻസ് അഗൈൻസ്റ്റ് ടെറർ ആൻഡ് ഓൾസോ അതിർത്തി കടന്ന് ചെന്ന് ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ മടിക്കില്ല എന്ന വ്യക്തമായ സൂചന. അങ്ങനെയെങ്കിൽ ഒരു പാക് ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിർത്തി കടന്നു വരുന്ന ഭീകരരാണ് പലപ്പോഴും ഇന്ത്യയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ഈ പല സ്ഫോടനങ്ങളുടെയും പിന്നിൽ അവരാണ്. ബോംബെ സ്ഫോടന പരമ്പരയുടെ പിന്നിലും അതിർത്തി കടന്നു വന്ന ആമിർ, അജ്മൽ കസബും ലഷ്കർ ഇ തൊയ്ബയുടെ മറ്റു പ്രവർത്തകരും ഒക്കെ തന്നെയാണ്. ഇവിടെ സ്ഥിതിഗതികൾ വ്യത്യസ്തമാകുന്നു. ഇവിടെ പുതിയൊരു കോൺസെപ്റ്റ് വരികയാണ്. വൈറ്റ് കോളർ ടെറർ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ വരികയാണ്. വെള്ളക്കോളർ തീവ്രവാദം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതൊക്കെ വെള്ളക്കോളർ അല്ലെങ്കിൽ ഗോൾഡ് കോളർ ടെററിസ്റ്റുകളാണ്. അവരെ ടെക്നോക്രാറ്റുകളും പൈലറ്റ്സും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇവിടെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പ്രൊഫഷണൽസ്, വിദ്യാസമ്പന്നരായ ആളുകൾ, അവരെ കേന്ദ്രീകരിച്ച് ഇൻഡോക്ട്രിനേഷൻ, വലിയ തോതിലുള്ള ഇൻഡോക്ട്രിനേഷൻ ഡ്രൈവ് നടക്കുന്നു. അവിടെയാണ് രാജ്യാന്തര ശൃംഖലകൾ പ്രവർത്തിക്കുന്നതായും പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയും ജയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെ സംഘടനകൾ അവരുടെ രീതിശാസ്ത്രം മാറ്റിയിരിക്കുന്നു. അവിടെ ട്രെയിൻ ചെയ്ത് അതിർത്തി കടത്തി ഇങ്ങോട്ട് വിടുന്ന ആളുകളല്ല, മറിച്ച് ഇവിടെ തന്നെ ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ആശയ സംഹിതകൾ ഒരുക്കി വളർത്തിയെടുക്കുന്ന മനസ്സുകളെ പാകപ്പെട്ട് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്തക്കത്തക്ക രീതിയിൽ ഒട്ടും സംശയിക്കാതെ, ഡോക്ടർമാർ ആകുമ്പോൾ സംശയിക്കില്ലല്ലോ, അവർ ജീവൻ കൊടുക്കുന്നവരല്ലേ, ജീവൻ എടുക്കുന്നവരല്ലല്ലോ, ആ രീതിയിൽ മനസ്സുകളെ സ്വാംശീകരിക്കുകയാണ്. ഇവിടെ ഒരു ഭയാശങ്ക പാകിസ്ഥാൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ തുടരും. മെയ് മാസം 7-ാം തീയതി തുടങ്ങുകയും 100 മണിക്കൂറോളം നീണ്ടുനിന്ന് ഒരു 4 ദിവസത്തിനുള്ളിൽ ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ DGMO തലത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം നിർത്തിവെച്ചതുമായ ഓപ്പറേഷൻ സിന്ദൂർ ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിനെ പാകിസ്ഥാന്റെ ആക്രമണമായി കണ്ടുകൊണ്ട് അതിർത്തി കടന്നു വരുന്ന ക്രോസ് ബോർഡർ ടെറർ വിൽ ബി ട്രീറ്റഡ്
ആസ് an attack against India by Pakistan. ഈ ഒരു നിലപാട് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് അത്രത്തിൽ കടക്കാതെ തന്നെ ഇവിടെ തന്നെ നട്ടു നനച്ച് വളർത്തപ്പെടുന്ന ഭീകരരെ ഉപയോഗിക്കുക എന്ന രീതിശാസ്ത്രത്തിലെ വ്യത്യാസം കാണാതെ പോകരുത്. അതിനുള്ള ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങൾ, പണം മുതലായവ എത്തുന്നത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള ഒരു ശൃംഖലയിൽ കൂടിയാണോ എന്നതാണ് ഇപ്പോഴത്തെ കാതലായ ചോദ്യം. ഇവിടെ എന്തുകൊണ്ട് തുർക്കിയെ കുറിച്ച് നമ്മൾ ഏറെ സംസാരിക്കുന്നു. എർദോഗനെ കുറിച്ചും തുർക്കിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഏറ്റവും അധികം ഡ്രോണുകൾ നൽകിയും മിസൈലുകൾ നൽകിയും നയതന്ത്രപരമായി സപ്പോർട്ട് നൽകിയും സഹായിച്ച രാജ്യത്തിന്റെ പേര് തുർക്കി എന്നാകുന്നു. ഇന്ത്യയുമായി ചരിത്രപരമായ ബന്ധമുണ്ട്. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഉൾപ്പെടെ ഇന്ത്യ കൈയയച്ച് സഹായം നൽകിയതാണ്. കേരളത്തിൽ നിന്ന് പോയും സഹായം തുർക്കിയിൽ എത്തിയതാണ്. പക്ഷെ ആ തുർക്കി തന്നെയാണ് പാക് അനുകൂല നിലപാട് എക്കാലത്തും എടുത്തത്. കാശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ ചരിത്രപരമായി തുർക്കി എടുത്ത നിലപാട് പാക് അനുകൂലമാണ്. ഇനി ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് നോക്കുക. ഇത് രാഷ്ട്രാന്തര ബന്ധങ്ങളെ ഒരു ചർച്ച കൂടിയാണല്ലോ. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി തന്ത്രപരമായ ഒരു കരാർ അധികമാരും ശ്രദ്ധിക്കാതെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എത്തിച്ചേർന്നു. അതിന് അമേരിക്കയുടെ അനുഗ്രഹാശിതകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ ആശങ്കയോടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകത്തെ ഒരു രാജ്യവും ആണവ രാജ്യങ്ങളല്ല. ഇറാൻ ഒരു ത്രഷ് ഹോൾഡ് പവർ മാത്രമാണ്, ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവർ അല്ല. ഇറാന്റെ ആണവ സാമഗ്രികൾ അമേരിക്കൻ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ കണ്ടതാണ്. ഏതാനും വർഷം കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇറാന് പൂർവ്വസ്ഥിതിയിലേക്ക് ആണവ സജ്ജീകരണങ്ങളുമായി നീങ്ങാനാവൂ. അങ്ങനെയെങ്കിൽ ഇസ്ലാമിക ലോകത്ത് അവശേഷിക്കുന്ന ഏക ആണവ ശക്തി പാകിസ്ഥാനാണ്. അതുകൊണ്ട് സൗദി അറേബ്യയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ന വ്യാജേന ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ സഹായത്തിനെത്തും. അങ്ങനെയെങ്കിൽ ഇവിടെ ഉയരുന്ന ചോദ്യം, ന്യായമായ ചോദ്യം, ഇന്ത്യ ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിരോധം അല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു നിലപാട് ഉണ്ടാവില്ലേ എന്നതാണ്. അതേക്കുറിച്ച് കൃത്യമായ വിശദീകരണങ്ങളൊന്നും ഇല്ല എങ്കിലും അങ്ങനെ ഉണ്ടാവില്ല എന്ന ഒരു ഉറപ്പാണ് സൗദി അറേബ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് പാകിസ്ഥാനിൽ അടുത്ത സമയത്ത് നടക്കുന്ന വലിയ മാറ്റങ്ങൾ. അതിലൊന്ന്, ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഇപ്പോഴത്തെ മിലിറ്ററി ജനറൽ അസിം മുനീർ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. അതുക്കും മേലെയാണ് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അസിം മുനീർ എന്ന ഫീൽഡ് മാർഷലിന്റെ അധികാരങ്ങൾ ഇപ്പോൾ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ പ്രസിഡന്റ് ഓഫ് പാകിസ്ഥാൻ ആയിരുന്നു സർവ്വസൈന്യാധിപൻ ഇന്ത്യയിലുള്ളത് പോലെ. ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഭേദഗതി പാസ്സാകുമ്പോൾ വരുന്നത് കരനാവിക സേനകളുടെ പൂർണ്ണമായ നിയന്ത്രണവും ചുമതലയും അസിം മുനീർ എന്ന വ്യക്തിയിലേക്ക് വരികയാണ്. അതിനർത്ഥം ഇന്ത്യയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത ഒരു വേവ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വേവ് ഉണ്ടാവുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ പൂർണ്ണമായ പരാജയം ഉണ്ടാകാതെ സുഹൃത്തുക്കളെ സ്വാംശീകരിക്കുന്ന ഒരു തിരക്കിലാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ചില ഇടപാടുകളെ കുറിച്ച് കൂടി നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു സമയമാണ്. ആ ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അസിം മുനീർ നിരവധി തവണയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ആതിഥ്യത്തിൽ അവിടെ അമേരിക്കയിൽ എത്തിയതും ഡൊണാൾഡ് ട്രംപിനോടൊപ്പം രാഷ്ട്രത്തലവന്മാർക്ക് പോലും ലഭിക്കാത്ത ഒരു പരിഗണന മിലിറ്ററി ജനറൽ മാത്രമായ അസിം മുനീറിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ചില അണ്ടർ ഹാൻഡ് ഡീലുകൾ അവിടെ ഉണ്ട് എന്ന് വേണം കരുതാൻ. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇസ് എമർജിംഗ് ആസ് എൻ ഇമ്പോർട്ടന്റ് കോഗ് ഇൻ ദ സ്കീം ഓഫ് തിങ്സ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇറാനെ തടുക്കുന്നതിനുള്ള ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് എന്ന നിലയിലും ചൈനീസ് ആധിപത്യത്തിൽ നിന്നും ചൈനീസ് ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്നും പാകിസ്ഥാനെ മോചിപ്പിച്ച് അമേരിക്കൻ സ്വാധീന വലയത്തിൽ ആക്കുന്നതിന്റെ ഭാഗമായും ഈവൻ പാകിസ്ഥാന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഒരുപക്ഷെ ബലൂചിസ്ഥാനിലെ ഉൾപ്പെടെ ധാതു സമ്പത്ത് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ഒരു പുതിയ തുറമുഖം പോലും പാകിസ്ഥാനിൽ രൂപപ്പെട്ടു വരികയാണ്. ഇതെല്ലാം ഡീലിന്റെ വിശാലമായ ഡീലിന്റെ ഭാഗമാണ്. ട്രംപിന്റെ മകനും അസിം മുനീറിന്റെ മക്കളും ഒക്കെ തമ്മിലുള്ള ചില ബിസിനസ് ബന്ധങ്ങൾ, ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള ചില ബിസിനസ് ഡീലുകൾ എല്ലാം കൂടി നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്ന് ഒരു ആക്രമണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം വേവ് പ്രതീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇവിടെ വരുന്ന ചോദ്യം, ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ ഡൽഹിയിൽ നടന്ന ചെങ്കോട്ടയുടെ സമീപം നടന്ന ഈ സ്ഫോടനം ഒറ്റപ്പെട്ട സംഭവമാണോ? ഉത്തരം അല്ല എന്നാണ്. ഇന്ത്യയുടെ അനവധി നഗരങ്ങളിൽ 32ഓളം ഇടങ്ങളിൽ സ്ഫോടനം തയ്യാറെടുത്ത് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ്, പൂർണ്ണമായി സംയോജിപ്പിച്ച ബോംബുകളല്ല, മറിച്ച് അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടന സാധ്യതയുള്ള, അതുപോലെ ഫ്യൂവൽ ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇത് സുരക്ഷാ വീഴ്ച എന്ന രീതിയിൽ പ്രതിപക്ഷം പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു വലിയ മാൻ ഹണ്ടിന്റെ പുറകിലായിരുന്നു കേന്ദ്ര സുരക്ഷാ ഏജൻസികളും അന്വേഷണ സംവിധാനങ്ങളും. ആ മാൻ ഹണ്ടിന്റെ ഭാഗമായി ഒരുപക്ഷെ ഒരു പാനിക് റിയാക്ഷൻ എന്ന നിലയിലാണ് ഇപ്പോൾ മരണപ്പെട്ട അല്ലെങ്കിൽ സ്ഫോടനത്തിൽ I-20 കാർ സ്ഫോടനത്തിൽ മരിച്ച
ഈ ഉമർ നബി എന്ന് പറയുന്ന തീവ്രവാദി, അദ്ദേഹം ഡോക്ടറാണ്. അദ്ദേഹം നിരവധി പ്രാവശ്യം തുർക്കി സന്ദർശിച്ചതായി തെളിവുണ്ട്. മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്ന ആളും തുർക്കി സന്ദർശിച്ച തെളിവുണ്ട്. അതുപോലെ ഷാഹിദ ഷഹീൻ എന്ന് പറയുന്ന ലേഡി ഡോക്ടർ, അദ്ദേഹത്തിന് പാകിസ്ഥാൻ ജയ്ഷെ മുഹമ്മദിന്റെ ഫൗണ്ടർ മൗലന മസൂദ് അസ്ഹറിന്റെ ഫാമിലിയുമായി അടുത്ത ബന്ധമുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ജയ്ഷെ മുഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലാണോ ഇവിടെ പ്രവർത്തിച്ചത്. അത് ഹരിയാനയിലെ ഫരീദാബാദിലെ യൂണിവേഴ്സിറ്റി കേന്ദ്രീകൃതമായി അത് പ്രവർത്തിക്കുക, അൽ ഫിലാൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകൃതമായി വലിയ രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ വരികയാണ്. കൂടുതൽ അറസ്റ്റാണ്. ഇപ്പോൾ തന്നെ 5-6 ഡോക്ടേഴ്സ് അറസ്റ്റിലായി കഴിഞ്ഞു. 30-ലധികം പേര് തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുന്നു. ഇവരിൽ നിന്നെല്ലാം ലഭിക്കുന്ന സൂചനകൾ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ്. ഒരുപക്ഷെ വളരെ വലിയ ഒരു ആപത്ത് ഒഴിഞ്ഞുപോയി. ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിനം, അതുപോലെ ജനുവരി 26-ാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ദിനം, ഈ ദിനങ്ങളിലെല്ലാം കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്ന് വെച്ചാൽ തീവ്രവാദത്തിന്റെ ആഴം എത്രത്തോളം വലിയതാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞു വയ്ക്കപ്പെടുന്നത്. കാരണം ഇന്ത്യയിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങളുടെ എല്ലാം ഒരു തുടർച്ചയായി ഇപ്പോൾ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണം നടന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ തീവ്രവാദി ആക്രമണം നടന്നു. എന്ന് വെച്ചാൽ ഡോക്ടർ മോഹൻ വർഗീസ് അങ്ങ് തുടരുക, കാരണം ഇതൊരു തുടർച്ചയായിട്ട് അങ്ങ് പറഞ്ഞു വരികയല്ല, തുടർച്ചയായി പോകുന്ന ഒരു സംഭവ പരമ്പരയായി മാറുന്നുണ്ടോ? ഇത് തീർച്ചയായും ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമാണ്. ആകെ മാറി എന്ന് പറയാൻ കഴിയുന്നത് പാകിസ്ഥാന്റെ രീതിശാസ്ത്രമാണ്. പാകിസ്ഥാൻ ഭയപ്പാടിലാണ്. ആദ്യം സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ നാളുകളിൽ ട്രൈബൽസിനെ കടത്തിവിട്ടുകൊണ്ട് ആക്രമണം നടത്തി കാശ്മീരിനെ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. അതിനുശേഷം പാകിസ്ഥാൻ സൈനികമായി 3 പ്രാവശ്യമെങ്കിലും ഇന്ത്യ ആക്രമിക്കുകയും പൂർണ്ണ പരാജയത്തിൽ എത്തുകയും ചെയ്തു. എന്നാൽ 80-കൾ മുതൽ കാശ്മീരിൽ തീവ്രവാദം വന്നതിന് ശേഷം അതിർത്തി കടന്നുള്ള തീവ്രവാദം, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, അങ്ങനെ ഇന്ത്യയിൽ അശാന്തിയുടെ വിത്തുകൾ വിതയ്ക്കുകയാണ്. അതുപോലെ ഇന്ത്യയുടെ നഗരങ്ങളിൽ സ്ഫോടനം ആസൂത്രണം ചെയ്യുക, ഇതെല്ലാം തന്നെ കാശ്മീരിന്റെ മണ്ണിൽ, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിന്റെ മണ്ണിൽ ഈ ഭീകരർക്ക് ട്രെയിനിങ് ലഭിക്കുകയും, മുറിറ്റ്കയിലും അതുപോലെ ബഹാവൽപൂരിലും പഞ്ചാബിലാണ്, അവിടെ ട്രെയിനിങ് ലഭിച്ച ഭീകരന്മാർ പല രൂപത്തിൽ ഹിസ്ബുൾ മുജാഹിദീൻ, ഹർക്കത്തുൽ മുജാഹിദീൻ, ഹർക്കത്തുൽ അൻസാർ, ഹിസ്ബുൾ, ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ, പല പേരുകളിൽ അറിയപ്പെടുന്ന ഭീകര സംഘങ്ങൾ, ആ ഭീകര സംഘങ്ങൾ ഹൈപ്പർ ആക്റ്റീവായി മാറുന്നു. ആ ഒരു കാലഘട്ടം ഇപ്പോൾ ഒരു പക്ഷേ പഴങ്കഥയായി മാറിയിരിക്കുന്നു. ലഷ്കർ ഇ തൊയ്ബയുടെയും ജയ്ഷെ മുഹമ്മദിന്റെയും ആക്ടിവിറ്റി നേരിട്ട് ഇന്ത്യയിൽ വരുന്നു എന്ന പ്രതീതിയാണ് കാണുന്നത്. അതിനവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് സാധുക്കളായ ആളുകളെ അല്ല, സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന ആളുകളെ അല്ല, മറിച്ച് വിദ്യാസമ്പന്നരായ ഡോക്ടേഴ്സിനെ ഉൾപ്പെടെയാണ്. അതാണ് വൈറ്റ് കോളർ ടെറർ എന്ന് പറയുന്നത്. ഈ വൈറ്റ് കോളർ ടെററിനെ നമ്മൾ വെറും ലാഘവത്തോടെ കാണാനാവില്ല. ഏറ്റവും ബുദ്ധിമാന്മാരായ ആളുകളാണ്, സമൂഹത്തിൽ ഏറ്റവും പിടിപാടുകളുള്ള ആളാണ്, ഉപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അണ്ടർഹാൻഡ് ഡീലുകളുണ്ട്, ഉപരിതലത്തിന് താഴെ പ്രവർത്തിക്കുന്ന ചില ശക്തികളുണ്ട്. പക്ഷെ ഉപരിതലത്തിന് മുകളിൽ ആരും സംശയിക്കാതെ പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ, അവരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി ആരെയാണ് സൂക്ഷിക്കേണ്ടത്? വലിയൊരു സംശയത്തിന്റെ വിത്തുകളാണ്. അതാണ് ഒരു പാനിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് മറികടക്കാനുള്ള ശക്തി ഭാരതത്തിനുണ്ട്. നമ്മുടെ അന്വേഷണ സംവിധാനം ശരിയായ ദിശയിലാണ് പോയത് എന്നതിന്റെ ഉദാഹരണമാണ് ആ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച്, അൽ ഫിലാൽ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് ഡോക്ടർമാരെ വൺ ആഫ്റ്റർ ദി അതർ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു. അതിൽ ഭീതി പൂണ്ടാണ് ഒരാൾ ഉമർ നബി രക്ഷപ്പെട്ട് ഡൽഹിയിലേക്ക് പോയത്. പക്ഷെ എന്തുകൊണ്ട് ആ കാറിനെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല? ആ കാർ പൊട്ടിത്തെറിക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല? 3 മണിക്കൂർ ലാൽ കിലയുടെ പാർക്കിംഗ് ലോട്ടിൽ കിടന്നിട്ട് ആരും ശ്രദ്ധിക്കാതെ എന്തുകൊണ്ട് പോയി? നിരവധി ചോദ്യങ്ങളാണ്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി ചോദ്യങ്ങൾ ചോദിക്കാതെ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, ദേശവ്യാപകമായി അന്വേഷണം നടക്കുമ്പോൾ അതിന് രാജ്യം ഒറ്റക്കെട്ടാണ് എന്നൊരു പ്രതീതി ലോകരാഷ്ട്രങ്ങൾക്ക് നൽകുക, പാകിസ്ഥാന് നൽകുക, നമ്മുടെ തന്നെ ജനങ്ങൾക്ക് നൽകുക, ഇത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അന്വേഷണങ്ങൾ അതിന്റെ വഴിയെ പോകട്ടെ, പക്ഷേ ജാഗരൂകരായിരിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് തീവ്രവാദത്തിന് പുതിയ രൂപവും ഭാവവും മുഖവും വന്നു കഴിഞ്ഞു എന്നതാണ് നമുക്ക് മുന്നിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ കൃത്യമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുത്ത എല്ലാവരും പങ്കുവച്ച ഒരു കാര്യം, തീവ്രവാദത്തിന്റെ
ആ ഒരു സാധ്യത ഇപ്പോൾ വീണ്ടും തുറന്നിരിക്കുകയാണ്. വൈറ്റ് കോളർ ടെററിസം എന്ന പേരിൽ അത് തുറന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. നിരവധി, ഒരു രീതിയിൽ പറഞ്ഞാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നമ്മൾ തീർച്ചയായിട്ടും ശ്ലാഘിക്കേണ്ടതാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. കാരണം നിരവധി പ്രദേശങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ നടത്താനുള്ള പദ്ധതിയാണ് അവർ തകർത്തത്. ഒരു പ്രദേശത്ത് മാത്രം അത് ഒതുങ്ങി നിന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ സ്ഫോടനവും ഈ അന്വേഷണങ്ങളും എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്ന, നമ്മളെ ഭീതിയുടെ മുൻമുലയിൽ നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ റൈസിൻ പോലെയുള്ള വിഷവാതകങ്ങൾ ഉപയോഗിച്ച് തീവ്രവാദം, എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് തീവ്രവാദം നമ്മുടെ രാജ്യത്തും നടമാടാൻ പോകുന്നു എന്നുള്ള ഒരു ഭീതിജനകമായ ഒരു വസ്തുത കൂടി ഇതിന്റെ പിന്നിലൂടെ വെളിച്ചത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് രാജ്യം ജാഗ്രതയിലാകട്ടെ, ജനങ്ങൾ ജാഗ്രതയിലാകട്ടെ. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും തീവ്രവാദത്തെ അനുകൂലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്താതിരിക്കുക. കൃത്യമായിട്ട് തീവ്രവാദത്തെ എതിർക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ സമൂഹവും മാറേണ്ട ആവശ്യകതയുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി. ചർച്ച അവസാനിക്കുകയാണ്. പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി.